ഹായ് ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ സൂമിലൂടെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ സ്റ്റുഡൻസിന് വേണ്ടി ലൈവ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടി നമ്മൾ ആഴ്ചയിൽ 2 ദിവസം ഫ്രീ ആയിട്ട് ലൈവ് ട്രേഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാണ്. ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടിലാണ്. നിഫ്റ്റിയുടെ 50 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള ചാർട്ട്സ് ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽസ് എല്ലാം മാർക്കറ്റ് വളരെ കറക്റ്റ് ആയിട്ട് തന്നെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. 26,070 ലെവലിലായിട്ട് താഴെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഫാൾ എക്സ്പെക്ട് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. പക്ഷെ എന്റെ പേഴ്സണൽ ട്രേഡിംഗിൽ ഈ ഒരു ലെവല് ഞാൻ എടുക്കാനായിട്ട് സാധിച്ചില്ല. കാരണം കുറച്ചൊരു മാർക്കറ്റ് രാവിലെ കുറച്ചൊരു കൺസോൾട്ടേഷൻ ഫേസ് ആയിരുന്നു. അപ്പം ഈ ഒരു ഒരു ഡൗൺ സൈഡ് മൂവ് എക്സ്പെക്ട് ചെയ്തില്ല. അതിനുശേഷം നമ്മൾ ഈ ഒരു ലെവലിൽ നിന്നാണ് നമ്മൾ നെക്സ്റ്റ് ട്രെയിൻ എടുത്തത്. ഈ ഒരു ലെവലിൽ നമ്മളൊരു ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഒരു ലെവലിൽ ഹോൾഡ് ചെയ്ത് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നാളത്തേക്ക് ഞാൻ എന്റെ ഒരു പേഴ്സണൽ വ്യൂ, ഞാൻ നാളത്തേക്ക് നോക്കുന്നത് നിഫ്റ്റി ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു സപ്പോർട്ട് സോണിന്റെ താഴെയാണ്. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇതൊരു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. അതായത് ഒരു 1 hour ടൈം ഫ്രെയിമിൽ ഈ ഒരു ലെവലുകളിൽ അതായത് 25,900 ടു 25,880 ലെവൽ, ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ്. ഇതിന്റെ ഈ ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പം ആ ഒരു ലെവലിന്റെ താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ ഡേ ലോ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നാളെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫർദർ ഡൗൺ സൈഡ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നിഫ്റ്റിയുടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 25,740 ലെവലാണ്. അപ്പം ഇത് നമുക്ക് ആ ഒരു 1 hour ടൈം ഫ്രെയിം ചാർട്ടിൽ നമുക്കിത് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. നിഫ്റ്റി ഇതിനു മുമ്പ് പലതവണ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ഈ ലെവലിൽ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ടൈം ആ ലെവലിൽ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയ ഒരു ലെവലാണ്. റീസെന്റ് മാർക്കറ്റ് ഈ ഒരു ലെവൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ബൗൺസ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു സോൺ നിങ്ങൾ മാർക്ക് ചെയ്യുക. 25,740 ലെവല്, 25,740 മുതൽ 25,700 വരെയുള്ള ലെവലിൽ നിഫ്റ്റിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ. അപ്പൊ നാളെ മാർക്കറ്റ് ഈ ഒരു ലെവലിലെ ഇന്നത്തെ ഡേ ലെവലിന് താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ പി എടുത്ത് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറുന്നതാണ് സേഫ്. കാരണം ഈ ഒരു ഏരിയയിൽ ബയേഴ്സ് ആക്റ്റീവ് ആയിരിക്കും. അപ്പം ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഒരു റിവേഴ്സൽ പാറ്റേൺ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് മുകളിലോട്ട് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഒരു ഫർദർ ഫാള് ഈ ഒരു ലെവലിന് താഴെയാണ്. അതായത് 700 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഏരിയ എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ 25,700 താഴെയായിട്ട് ഒരു 50 മിനിറ്റിന്റെ ക്യാനില് ബ്രേക്ക് ഔട്ട് ചെയ്ത് ആ ഒരു ലെവല് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ആ ലെവല് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതായത് ആ ഒരു ലെവല് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിട്ട് മാത്രം അഗെയിൻ ഒരു ട്രേഡ് താഴേക്ക് പ്ലാൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ നമുക്ക് സപ്പോർട്ട് എടുക്കാം. അതായത് 1 മിനിറ്റ്, ഈ ഒരു ഏരിയ നമുക്ക് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യാം. 25,450, അതുപോലെ തന്നെ 25,340 ലെവൽ നിഫ്റ്റിയുടെ ഡൗൺ സൈഡിലേക്കുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 25,450 ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ 25,500 ലെവല് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പം ആ ഒരു ലെവൽ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇവിടുന്ന് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലെവലിൽ പ്രോഫിറ്റ് ചെയ്ത് മാറുന്നതാണ് സേഫ്. അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ പ്രൈസിന്റെ ആ ഒരു ബിഹേവിയർ വാച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം നാളത്തേക്ക് അപ്സൈഡിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നത്, അതായത് നിഫ്റ്റി ഇന്നിപ്പോ ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സപ്പോർട്ട് സോണിന്റെ താഴെയാണ്. അപ്പൊ നാളത്തെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു സപ്പോർട്ട് സോൺ ആണ്. ഓക്കെ, അപ്പം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു 25,970, 25,970യുടെ മുകളിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അപ്പം നാളത്തെ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഫേവറബിൾ ആണെങ്കിൽ, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും ഇതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് 26,000 മുകളിലാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ലെവൽ നോക്കുക. 970 പ്രൈസ് ആക്ഷൻ പ്രകാരം 970 മുകളിൽ മാർക്കറ്റിൽ ഒരു അപ്സൈഡ് മൂവ് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് നല്ല രീതിയിൽ മുകളിലോട്ട് പോയ ഒരു ലെവലാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഇന്ന് നേരെ താഴേക്ക് വന്ന ലെവൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ എന്താണ്, ഈ ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു അപ്പ് സൈഡിലേക്കുള്ള മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റിയ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 25,970 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 26,070. ഓക്കെ, 26,070 ലെവൽ ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പം ആ ഒരു ഏരിയയിൽ നമ്മൾ ടാർഗറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ നമുക്ക് നെക്സ്റ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 26,124 ആണ്. ഓക്കെ, ഈ ഒരു ലെവല് മാർക്ക് ചെയ്യുക. അപ്പൊ 26,124 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. നിഫ്റ്റിയിലെ ഒരു 50 ടൈം ഫ്രെയിമില് ഈ ഒരു ലെവൽ ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ മാർക്കറ്റിൽ ഫോക്കസ് ഉണ്ട്. ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ മാർക്കറ്റിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു നെക്ക് ലൈൻ ആണ്. അപ്പൊ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും 26,124. ഓക്കെ, അപ്പൊ അതിന്റെ മുകളിലുള്ള ലെവല് 26,184 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ള ലെവൽസ് മാർക്കറ്റിന്റെ ആ ഒരു ബിഹേവിയർ അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിന്റെ മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പുതിയ ബാച്ച് അടുത്ത ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മളോടൊപ്പം നമ്മുടെ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ പാർട്ടാകുന്നവർക്ക് എന്നാണോ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് അന്ന് മുതൽ നമ്മളോടൊപ്പം ലൈവ് ട്രേഡിംഗിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ എടുക്കുന്ന ട്രേഡ് ലോജിക്കും അതുപോലെ തന്നെ റീസൺ ട്രേഡ് എടുക്കാനുള്ള റീസണും അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്ഷൻ ബൈയിങ്ങും അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ലിങ്ങും ഇതെല്ലാം നമ്മൾ ചെയ്യാറാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് നാളത്തേക്ക് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഫ്യൂച്ചറിന്റെ ലെവലും കൂടെ ഒന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു ലെവലും കൂടെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെവൽ, അതായത് ഫ്യൂച്ചർ ലെവല് 25,936 ലെവല് നിഫ്റ്റിയുടെ ഒരു പഴയ POC ലെവലാണ്. അപ്പൊ ആ ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യാം. അപ്പൊ അതേപോലെ തന്നെ 25,872 അതൊരു പ്രീവിയസ് ഡേയുടെ ഒരു കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു POC പെൻഡിങ് ആണ്. അപ്പൊ ഒരു നേക്കഡ് POC ആണ്. അതേപോലെ തന്നെ ഒരു 25,760 ലെവല് ഒരു നിഫ്റ്റിയിലെ ഒരു സിംഗിൾ പ്രിന്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ലെവൽസ് ഒക്കെ നിങ്ങൾ സ്പോട്ട് ചാർട്ട് വാച്ച് ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചറിന്റെ ചാർട്ട് നോക്കുന്നവർക്ക് ഈ ലെവലിലൂടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. നമുക്കൊരു ടാർഗറ്റ് ഒക്കെ വെക്കാവുന്ന ഒരു ലെവലാണ്. ഈ ഒരു ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലൊക്കെ ഒരു പ്രൈസിൽ ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.